ഡ്രൈവ് ചെയ്യുന്ന ആൾക്ക് മിററിലേക്ക് എടുത്ത് നോക്കേണ്ടി വരും. ഈ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ നമ്മുടെ കൂടെയുള്ള ആൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്, ഈ മനുഷ്യനെ എങ്ങോട്ടാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പുറത്ത് വേറെ ആരെയും നോക്കല്ല, ഞാൻ പുറകിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കുകയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ ഭാര്യമാരോടൊക്കെ നമ്മളങ്ങനെ പറയാറുണ്ട്. ഈ ബന്ധങ്ങളിലെ നമ്മുടെ കൂടെയുള്ള ആളെ നിരന്തരമായി നമ്മളെല്ലാ കാര്യങ്ങൾക്കും കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് ഒരു തെറ്റായ പ്രവണതയായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ഓപ്പോസിറ്റുള്ള ആൾക്ക് നമ്മളുടെ മൈൻഡ് സെറ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. അയാളെ നമ്മളെ യഥാർത്ഥ സുഹൃത്തല്ല, നമ്മൾ ആരാവട്ടെ, ചിലപ്പോൾ നമ്മുടെ ഭാര്യയാവാം, ഏതെങ്കിലും സുഹൃത്താവാം, അതല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിലുള്ള പാർട്ട്ണറാവാം. അവരെങ്ങനെ കൺവിൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഏറ്റവും ബോറായിട്ടുള്ള പരിപാടി. അങ്ങനെ ഏതെങ്കിലും ബന്ധം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ദീർഘകാലം മുന്നോട്ട് പോകൂല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മൾ കൺവിൻസ് ചെയ്യിപ്പിക്കാതെ തന്നെ നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് അതിന്റെ പോസിറ്റീവായിട്ടുള്ള വശം മനസ്സിലാക്കുകയും നീ ഇതുകൊണ്ടായിരിക്കില്ലേ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക, ഓക്കെ എനിക്കത് മനസ്സിലായിട്ടുണ്ട് എന്ന് തിരിച്ച് ഓപ്പോസിറ്റുള്ള ആൾക്ക് പറയാൻ കഴിയുകയാണെങ്കിൽ ആ ബന്ധം ഏറ്റവും സ്ട്രോങ് ആവുന്നു.